നമസ്കാരം. ഇന്ന് നമ്മൾ അധികാരത്തിന്റെ രണ്ട് തരം തലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഒന്ന്, തമിഴ്നാട്ടിൽ നമ്മൾ കേട്ട ആ കസ്റ്റഡി മരണത്തിന്റെ വാർത്ത. അത് അത് നിയമപാലനത്തിലെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. പിന്നെ രണ്ടാമത്തേത്, കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയെ അത് എങ്ങനെയാണ് നീക്കം ചെയ്യാനുള്ള ആ ഒരു ഭരണഘടനാ വഴികൾ എന്നുള്ളതാണ്. അതെ, അതും സങ്കീർണമായൊരു നടപടിക്രമമാണ്. നമ്മളിപ്പോൾ ഈ ലഭ്യമായ റിപ്പോർട്ടുകളും കാര്യങ്ങളും വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താ പറയുക, ഭരണകൂട അധികാരം, പിന്നെ നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ, നീതിന്യായ വ്യവസ്ഥയുടെ ആ ഒരു സുതാര്യത, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ അജിത് കുമാർ എന്ന ചെറുപ്പക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം. അത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു FIR പോലും ഇല്ലാതെ കസ്റ്റഡിയിലെടുത്തു. പിന്നെ കുറ്റം സമ്മതിപ്പിക്കാൻ മർദ്ദിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. ഇതിപ്പോൾ സാത്താൻകുളം സംഭവം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ വെറുമൊരു മരണവാർത്തയല്ല. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21, അതായത് ജീവിക്കാനുള്ള അവകാശം, അതിന്റെ ഒരു ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശരിയാണ്. മദ്രാസ് ഹൈക്കോടതി തന്നെ ഇതിനെ പറഞ്ഞത് ഒരു പോലീസ് സംഘടിത കുറ്റകൃത്യം എന്നാണ്. അത് വളരെ ശക്തമായ ഒരു വാക്കാണ്. രാഷ്ട്രം സ്വന്തം പൗരനെ കൊല്ലുന്നതിന് തുല്യമെന്നും പറഞ്ഞു. ഓ, പിന്നെ ഇതിലെ മറ്റൊരു കാര്യം, ഇരകളാകുന്നവരിൽ കൂടുതൽ പേരും സാധാരണക്കാരോ അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ളവരോ ആണെന്നുള്ളതാണ്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. ഗവൺമെന്റ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. 7 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു, കേസ് CBIക്ക് വിട്ടു, കുടുംബത്തിന് നഷ്ടപരിഹാരം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരപരിഹാരത്തിലേക്ക് എത്തുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പൗരന്മാർക്ക് എന്ത് നിയമസംരക്ഷണമാണുള്ളത്? നിയമങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ അനുച്ഛേദം 22 അറസ്റ്റിനും തടങ്കലിനും എതിരെ ചില സംരക്ഷണം നൽകുന്നുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നറിയാനുള്ള അവകാശം, വക്കീലിനെ ബന്ധപ്പെടാനുള്ള അവകാശം, പിന്നെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇതൊക്കെ അതിൽപ്പെടും. ഓക്കെ, പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപക്ഷെ കൂടുതൽ പ്രധാനം 1997 DK ബസു കേസിലെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളാണ്. അന്ന് കസ്റ്റഡി പീഡനങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ആ വിധി വരുന്നത്. ശരിയാണ്. അതില് കൃത്യമായി പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേര്, തിരിച്ചറിയൽ രേഖ, അതൊക്കെ വേണം. അറസ്റ്റ് മെമ്മോ ഉണ്ടാക്കണം, ബന്ധുക്കളെ അറിയിക്കണം, 48 മണിക്കൂറിനുള്ളിൽ വൈദ്യപരിശോധന നടത്തണം. ഇതൊക്കെ ഒരാൾ വെറുതെ അങ്ങ് മിസ്സിംഗ് ആവാതിരിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റുമോ? അതോ ഇതിലും വലിയൊരു പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതൊരു വ്യവസ്ഥാപരമായ പ്രശ്നം തന്നെയാണ്. നമ്മുടെ പോലീസിംഗ് രീതികളിൽ ഒരു കൊളോണിയൽ സ്വാധീനം ഇപ്പോഴുമുണ്ട്. പിന്നെ ശിക്ഷിക്കപ്പെടില്ല എന്നൊരു മനോഭാവം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പീഡനത്തിനെതിരെ ഒരു പ്രത്യേക നിയമം, ഒരു ആന്റി ടോർച്ചർ ലോ നിലവിലില്ല. ഇത് വലിയൊരു കുറവാണ്. ആണോ? അതെ, UN കൺവെൻഷൻ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും നിയമം പാസാക്കിയിട്ടില്ല. അത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രകാശ് സിംഗ് കേസിലെ പോലീസ് പരിഷ്കാരങ്ങൾ, അത് കേട്ടിട്ടുണ്ട്. അതെ, അന്വേഷണ വിഭാഗവും ക്രമസമാധാന വിഭാഗവും വേർതിരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, അത് പൂർണ്ണമായി നടപ്പിലാക്കണം. സ്റ്റേഷനുകളിൽ CCTV ഉറപ്പാക്കുക, പോലീസുകാർക്ക് നല്ല പരിശീലനം നൽകുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം നടപ്പിലാവുന്നുണ്ട് എന്നുള്ളതാണ്, അതാണ് കാര്യം. ശരിയാണ്. അപ്പോൾ താഴെത്തട്ടിൽ നിയമം നടപ്പാക്കുമ്പോൾ വരുന്ന വീഴ്ചകളും അതിൻ്റെ പരിഹാരങ്ങളും നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് മറ്റു വിഷയത്തിലേക്ക് വരാം. നീതിന്യായ വ്യവസ്ഥയുടെ മുകൾ തട്ടിലുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നത്? അതാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തിയെന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നുമൊക്കെയാണ് വാർത്തകൾ. ഇത് ഒരു ഹൈക്കോടതി ജഡ്ജിയെ അങ്ങനെ അത്ര എളുപ്പത്തിൽ പുറത്താക്കാൻ പറ്റില്ല. അതിന് വളരെ വളരെ വ്യക്തവും സങ്കീർണവുമായ ഒരു ഭരണഘടനാ നടപടിക്രമമുണ്ട്. ഓക്കെ. അനുച്ഛേദം 218 പറയുന്നത്
സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യത്തിലും. അത് അനുച്ഛേദം 124(4), 124(5) പറയുന്നത്. കാരണം എന്തായിരിക്കണം? തെളിയിക്കപ്പെട്ട ദുർനടത്തോ അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലായ്മയോ. ഈ 2 കാരണങ്ങൾക്കേ പറ്റൂ. വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ പോരാ. ഇതിന്റെ ഒക്കെ വിശദാംശങ്ങൾ 1968 ജഡ്ജിമാർ അന്വേഷണ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ ഈ നടപടിക്രമം എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്? ഒന്ന് പറയാമോ? പറയാം. ആദ്യം ഒന്നുകിൽ ലോക്സഭയിലെ 100 അംഗങ്ങൾ അല്ലെങ്കിൽ രാജ്യസഭയിലെ 50 അംഗങ്ങൾ ഇവർ ഒപ്പിട്ടൊരു പ്രമേയം അത് സ്പീക്കർക്കോ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനോ കൊടുക്കണം. ശരി. അപ്പോ സ്പീക്കർക്ക് അല്ലെങ്കിൽ ചെയർമാന് തീരുമാനിക്കാം ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. തള്ളിക്കളയാനും അധികാരമുണ്ട്. ഓ. ഇനി ഇത് സ്വീകരിച്ചാൽ അടുത്തപടി ഒരു അന്വേഷണ സമിതിയെ നിയമിക്കുക എന്നതാണ്. 3 പേരാണ് അതിലുണ്ടാവുക. ഒരു സുപ്രീം കോടതി ജഡ്ജി, പിന്നെ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ പ്രമുഖനായൊരു നിയമജ്ഞൻ. ഓക്കെ. ഈ സമിതി അന്വേഷിച്ചൊരു റിപ്പോർട്ട് തരും. അത് കഴിഞ്ഞിട്ടോ? അതെ. ആ സമിതിയുടെ റിപ്പോർട്ടിൽ ആ ജഡ്ജി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അപ്പൊ ഈ പ്രമേയം പാർലമെന്റിന്റെ 2 സഭകളിലും ചർച്ചയ്ക്ക് വരും. അവിടെ അത് പാസ്സാകണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതെന്താണ്? അതായത് സഭയിലെ ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷം വേണം. പോരാത്തതിന് ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭാഗവും ആ പ്രമേയത്തെ അനുകൂലിക്കണം. ഓഹോ, അത് കുറച്ച് കടുകട്ടിയാണല്ലോ. അതെ, വളരെ കർശനമായ വ്യവസ്ഥയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടൊന്നും എളുപ്പത്തിൽ ഒരു ജഡ്ജിയെ പുറത്താക്കാൻ പറ്റില്ല. ഈ 2 സഭകളും ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയാൽ മാത്രമേ അവസാനം രാഷ്ട്രപതിക്ക് ആ ജഡ്ജിയെ നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവിടാൻ കഴിയൂ. അപ്പോൾ ഈ ജുഡീഷ്യറിയുടെ ഒരു ആഭ്യന്തര അന്വേഷണം മാത്രം പോരാ? പോരാ, തീർച്ചയായും പോരാ. ആഭ്യന്തരാന്വേഷണം ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി വരാം. പക്ഷേ നീക്കം ചെയ്യാനുള്ള ഭരണഘടനാപരമായ അധികാരം പാർലമെന്റിനാണ്. മനസ്സിലായി. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് താഴെത്തട്ടിലെ നിയമപാലനം മുതൽ ഏറ്റവും ഉന്നതമായ നീതിപീഠം വരെ അധികാരവും അതിൻ്റെ ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള വഴികളെക്കുറിച്ചാണ്. പക്ഷേ ഈ വഴികളൊക്കെ അത് ചിലപ്പോൾ കുറച്ച് സങ്കീർണമാണെന്നും വെല്ലുവിളികൾ ഉണ്ടെന്നും മനസ്സിലായി. ഈ 2 വിഷയങ്ങളിൽ നിന്ന് താങ്കൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയൊരു കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ, പിന്നെ നിയമവാഴ്ച, ഇതിന്റെയൊക്കെ പ്രാധാന്യം ഈ 2 സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നതാണ്. പോലീസിന്റെ കാര്യത്തിലായാലും ശരി, നീതിന്യായ വ്യവസ്ഥയുടെ കാര്യത്തിലായാലും ശരി, ആ വിശ്വാസ്യത നിലനിർത്തണമെങ്കിൽ ഈ വ്യവസ്ഥാപരമായ പരിഷ്കാരങ്ങളും നിയമ നടപടികളും കൃത്യമായി പാലിക്കപ്പെടണം. അത് അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നിർത്താമെന്ന് തോന്നുന്നു. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനും ഈ നിയമങ്ങളും ഈ പറഞ്ഞ ഭരണഘടനാ സംവിധാനങ്ങളും മാത്രം മതിയോ? അതോ ഇതിനപ്പുറം നമ്മുടെയൊക്കെ ഒരു സാമൂഹികമായ മാറ്റം കൂടി ഇതിനാവശ്യമുണ്ടോ? ഇത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി വിടുന്നു. ഒന്ന്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചൂടേറിയ സംവാദം നടക്കുന്നുണ്ടല്ലോ, അതും. 2, നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾക്ക്, അതായത് MP-മാർക്ക് അവരുടെ നിയമനിർമ്മാണ ജോലികളിൽ അതിലൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഗവേഷണ സംവിധാനമില്ലേ, ലാരിഡിസ്. അതെ. അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്നതും. അപ്പോൾ ഈ ലേഖനങ്ങളിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഈ 2 വിഷയങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും പിന്നെ ഭരണരീതിയുടെയുമൊക്കെ കാതലായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശരിയാണ്. ആദ്യത്തേത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് ആ സ്വഭാവം നിലനിർത്താനും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുമൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റത്തെക്കുറിച്ചും. അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആമുഖത്തിലെ സോഷ്യലിസം, മതേതരത്വം. ഈയിടെയായി ചിലരൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, 1976 അടിയന്തരാവസ്ഥാ കാലത്ത് 42ാം ഭേദഗതി വഴി ചേർത്ത ഈ വാക്കുകൾ അങ്ങ് നീക്കം ചെയ്യണമെന്ന്. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ചർച്ചയുടെ തുടക്കം. അതെ, ആ വാദം നിലവിലുണ്ട്. എന്നാൽ നിങ്ങൾ തന്ന ആ ലേഖനങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണത്? ഈ വാക്കുകൾ 1976 ചേർത്തതാണെങ്കിലും
അവ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങൾ, അതായത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക നീതി, പിന്നെ മതസ്വാതന്ത്ര്യം, ഇതൊക്കെ അതിനും എത്രയാ മുന്നേ ഭരണഘടനയുടെ ഭാഗമായിരുന്നു. ഓഹോ. അതെ, നമ്മുടെ മൗലികാവകാശങ്ങൾ, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, ഇതിലൊക്കെ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 38, 39 ഒക്കെ ഇല്ലേ? ഉണ്ട്. DPSPS. അതെ, സാമൂഹിക സാമ്പത്തിക നീതിയെക്കുറിച്ചാണ്, സോഷ്യലിസത്തിന്റെ ഒരു തത്വം. അതുപോലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം, മതേതരത്വത്തിന്റെ കാതൽ. ശരിയാണ്. പിന്നെ ഇതിൽ രസകരമായൊരു കാര്യം, ഈ വാക്കുകൾക്ക് ഇന്ത്യ കൊടുക്കുന്നൊരു അർത്ഥം. അതായത് ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന ഒരു ജനാധിപത്യ സോഷ്യലിസമാണ്, അല്ലേ? അതെ, സ്റ്റേറ്റിന്റെ ഒരു സമ്പൂർണ്ണ നിയന്ത്രണമല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ മതേതരത്വം, എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുക, സർവധർമ്മ സമഭാവ, ഒരു പോസിറ്റീവ് സെക്യുലറിസം, അല്ലാതെ ഭരണകൂടത്തിന് ഒരു ഔദ്യോഗിക മതമില്ല എന്നുള്ളൊരവസ്ഥ. കൃത്യം. ഇത് പാശ്ചാത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മുടെ സുപ്രീം കോടതിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? കേശവാനന്ദ ഭാരതി കേസ് ഓർക്കുന്നില്ലേ? 1973-ലെ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അതെ, ആ അടിസ്ഥാന ഘടനാ സിദ്ധാന്തമനുസരിച്ച് മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ്. അതിനർത്ഥമെന്താ? പാർലമെന്റിനു പോലും ഭേദഗതിയിലൂടെ അത് മാറ്റാൻ പറ്റില്ല. ഓ, അപ്പോ നിയമപരമായി ഇത് മാറ്റാൻ കഴിയില്ല. അതെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ നോക്കിയാലും ഡോക്ടർ അംബേദ്കർ സമത്വത്തിനു കൊടുത്ത ഊന്നല് ഒക്കെ ഈ മൂല്യങ്ങൾക്ക് വലിയൊരു ചരിത്രപരമായ അടിത്തറ നൽകുന്നുണ്ട്. അപ്പോ ഈ വാക്കുകൾ മാറ്റണ്ട എന്ന് പറയുന്നവർ, അവരുടെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണ്? ലേഖനങ്ങൾ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉറപ്പിക്കുന്നു, ഒരു സംരക്ഷണം പോലെയാണ്, നമ്മുടെ സ്ഥാപകരുടെ ആശയങ്ങളുടെ പ്രതീകമാണ്, അങ്ങനെയൊക്കെയാണല്ലോ. ശരിയാണ്, അതാണ് ഒരു ഭാഗം. മറുഭാഗത്ത് നീക്കം ചെയ്യണം എന്ന് പറയുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥ സമയത്ത് ചേർത്തതാണ്, ജനാധിപത്യപരമല്ലാതെ. പിന്നെ ഇതൊരു പാശ്ചാത്യ ആശയമാണെന്ന് ചിലർ പറയുന്നു. അതുപോലെ ഈ തത്വങ്ങളൊക്കെ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ആമുഖത്തിൽ ഇനി ഇതിന്റെ ആവശ്യമില്ല എന്നും ഒരു വാദമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിയമപരമായി മതേതരത്വം മാറ്റാൻ പറ്റില്ലെങ്കിലും ഈ സംവാദം രാഷ്ട്രീയമായി ഇങ്ങനെ സജീവമായി നിൽക്കുന്നു. അതെ, വാക്കുകൾക്കപ്പുറം ഭരണഘടനയുടെ ആ മൂല്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു എന്നതിലാണ് കാര്യം. ആ മൂല്യങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം വരുന്നത്. അതെ, പാർലമെന്ററി ഗവേഷണം ശക്തിപ്പെടുത്തുന്നത്, LARDIS. ഇപ്പോൾ പാർലമെന്റ് നടപടികളൊക്കെ തടസ്സപ്പെടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ നിയമനിർമ്മാണത്തിന്റെയും ചർച്ചകളുടെയും ഒക്കെ ഒരു നിലവാരം ഉറപ്പാക്കാൻ MP-മാർക്ക് നല്ല ഗവേഷണ പിന്തുണ വേണ്ടേ? തീർച്ചയായും വേണം, അതാണ് പ്രധാനം. ഇപ്പോൾ LARDIS എന്നൊരു സംവിധാനം ഉണ്ടെങ്കിലും ലേഖനങ്ങൾ പറയുന്നത് അത് പ്രധാനമായും റിയാക്റ്റീവ് ആണെന്നാണ്. അതായത് ഒരു MP ഒരു ബില്ലിനെക്കുറിച്ചോ മറ്റോ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം വിവരം കൊടുക്കുന്നൊരു രീതി. വിഷയങ്ങളൊക്കെ മുൻകൂട്ടി പഠിച്ച് MP-മാർക്ക് ഒരു ബ്രീഫ് നോട്ട് കൊടുക്കുന്ന രീതി കുറവാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്. ഈ കുറവ് നിലത്താൻ PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പോലെയുള്ള ചില സ്വകാര്യ സംരംഭങ്ങളുണ്ട്. പക്ഷേ അത് വളരെ പരിമിതമാണ്. മിക്കപ്പോഴും MP-മാർ സ്വന്തം പാർട്ടി കൊടുക്കുന്ന വിവരങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതെ, ഇത് സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനെ വിവരങ്ങളിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയാം, ഇൻഫർമേഷൻ അസിമെട്രി. അതെങ്ങനെയാണ്? അതായത് നിയമമുണ്ടാക്കുന്ന MP-മാർക്ക് ലെജിസ്ലേച്ചർ, നിയമം നടപ്പാക്കുന്ന സർക്കാരിന്റെ എക്സിക്യൂട്ടീവ്, അത്രയും വിവരങ്ങളോ ഗവേഷണ സൗകര്യങ്ങളോ കിട്ടുന്നില്ല. ഓ, ശരി. അപ്പോ സർക്കാരിനെ ശരിക്ക് ചോദ്യം ചെയ്യാനും ബില്ലുകളൊക്കെ ആഴത്തിൽ പഠിക്കാനും MP-മാർക്ക് കഴിയാതെ വരും. ഇത് ശരിയല്ലല്ലോ. അല്ല. നമ്മൾ യൂറോപ്യൻ യൂണിയനിലെ EPRS പോലെയുള്ള സംവിധാനങ്ങൾ നോക്കിയാൽ അവരൊക്കെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നല്ലൊരു മാതൃകയാണത്. അപ്പോ ഈ ലാർഡിസിനെ അതുപോലെ മാറ്റണമെന്നാണോ ആവശ്യം? കൂടുതൽ പ്രൊആക്റ്റീവ് ആകണം, യൂണിവേഴ്സിറ്റികളുമായി സഹകരിക്കണം, കുറച്ചുകൂടി സ്വയംഭരണാധികാരം വേണം, അങ്ങനെയൊക്കെ. അതെ, അങ്ങനെ ഒരു ആധുനിക ഗവേഷണ കേന്ദ്രമാക്കി മാറ്റണം. അങ്ങനെ വന്നാലുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണം, എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് കൂടും. MP-മാർക്ക് പാർട്ടി പറയുന്നതിനപ്പുറം സ്വന്തമായി വിഷയങ്ങൾ പഠിച്ച് നിലപാടെടുക്കാൻ പറ്റും. പാർലമെന്റിന്റെ ആ മേൽനോട്ട ചുമതലയില്ലേ, ഓവർസൈറ്റ് ഫംഗ്ഷൻ, അത് കൂടുതൽ കാര്യക്ഷമമാവും. ശരിയാണ്. ചുരുക്കത്തിൽ ഇത് നമ്മുടെ ജനാധിപത്യത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണ്,
വെറുമൊരു ഭരണപരമായ മാറ്റമല്ല. പക്ഷേ ഇത് നടപ്പാക്കാൻ ചില വെല്ലുവിളികൾ ഉണ്ടാവില്ലേ? ലേഖനങ്ങൾ പറയുന്ന പോലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. പിന്നെ ഈ സംവിധാനത്തിന്റെ ഒരു നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉറപ്പാക്കണം, ഫണ്ടിംഗ് വേണം. തീർച്ചയായും അതൊക്കെ വലിയ വെല്ലുവിളികൾ തന്നെയാണ്. ഘടനാപരമായ മാറ്റങ്ങൾ വരുമ്പോൾ ഇതൊക്കെ സാധാരണമാണ്. എന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന് എന്തായാലും ഗുണം ചെയ്യും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ: 1. സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ വെറും വാക്കുകൾ എന്നതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾച്ചേർന്നതാണ് എന്നത്. 2. പാർലമെന്റിന്റെ പ്രവർത്തനം കൂടുതൽ നന്നാവണമെങ്കിൽ എംപിമാർക്ക് കുറച്ചുകൂടി ശക്തമായ, നിഷ്പക്ഷമായ ഗവേഷണ പിന്തുണ അത്യാവശ്യമാണ് എന്നതും. അതെ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ ലാർഡിസ് പോലുള്ള സംവിധാനങ്ങൾ ശരിക്കും ശക്തിപ്പെടുത്തുകയും എംപിമാർക്ക് വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ വസ്തുനിഷ്ഠമായ, നിഷ്പക്ഷമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്താൽ ഭാവിയിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ അത് വെറും രാഷ്ട്രീയപരമായ വാഗ്വാദങ്ങൾ എന്നതിലുപരി കുറച്ചുകൂടി വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നടക്കുമോ, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ആകുമോ? അങ്ങനെ വന്നാൽ അത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശനയം എന്താവും? പിന്നെ നമ്മുടെ നാട്ടിലെ കോടതികളും നിയമസഭകളും തമ്മിലുള്ളൊരു പവർ ബാലൻസിംഗ്, അതിനെപ്പറ്റിയൊരു സുപ്രീം കോടതി വിധി വെച്ച് സംസാരിക്കണം. അപ്പോൾ ഇതിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കിയാലോ? ആദ്യം നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ നോക്കാം. ലോകത്ത് ഒരു വലിയ മാറ്റം കാണുന്നുണ്ട്. അമേരിക്കയുടെ ആ പഴയൊരു പവർ അത് കുറയുന്നു. ചൈനയാണെങ്കിൽ വലിയ ശക്തിയായിട്ട് വരുന്നു. നിങ്ങളുടെ നോട്ടിൽ US ആധിപത്യത്തിന്റെ തകർച്ച, ചൈനയുടെ വളർച്ച എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് പണ്ടത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പോലെ ഒരു രണ്ട് ചേരി ലോകം വരുവാണോ? അതെ, ആ ഒരു ശരിക്കു പറഞ്ഞാൽ ശീതയുദ്ധം കഴിഞ്ഞുള്ള അമേരിക്കൻ മേധാവിത്വ ലോകം, ആ യൂണിപോളാർ വേൾഡ് മാറുകയാണ്. US ചൈന മത്സരം നോക്കുമ്പോൾ ഒരു ബൈപോളാർ വേൾഡ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ശരിക്കും കൂടുതൽ സ്പേസ് കിട്ടുന്നത് ഒരു മൾട്ടിപോളാർ വേൾഡിലാണ്, പല ശക്തികളുള്ള ഒരു ലോകത്ത്. അതെന്താ അങ്ങനെ? കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണോ? അതെ, കാരണം അവിടെ നമുക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകളുണ്ടാകും. ഏതെങ്കിലും ഒരു ബ്ലോക്കിന്റെ കൂടെ മാത്രം നിൽക്കേണ്ടി വരില്ല, സ്വന്തമായിട്ട് കളിക്കാം. ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. തൊട്ടടുത്ത് ചൈന, അതൊരു സെക്യൂരിറ്റി ത്രെറ്റാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ അമേരിക്കയുമായിട്ട് കൂട്ടുകൂടേണ്ടി വരുന്നു, ക്വാഡ് പോലെയുള്ളതിലൂടെ. പക്ഷേ ഇത് നമ്മളെപ്പോഴും പറയുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ സ്വയംഭരണാവകാശം, അതിനെ ബാധിക്കില്ലേ? അതായത് മറ്റാരുടെയും സമ്മർദ്ദമില്ലാതെ സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ പറയുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമി എങ്ങനെ നിലനിർത്തും എന്നുള്ളത്. US-മായി അടുക്കുന്നത് ചില ഗുണങ്ങളൊക്കെയുണ്ട്. സുരക്ഷ, ടെക്നോളജി, ഇതൊക്കെ കിട്ടും. അതെ, പ്രോസ് ഓഫ് അലൈനിങ് വിത്ത് ദ US എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിന്റെ മറുഭാഗം എന്താച്ചാ, നമ്മുടെ പഴയ സുഹൃത്തായ റഷ്യയുമായുള്ള ബന്ധം, പിന്നെ ഗ്ലോബൽ സൗത്തിലുള്ള നമ്മുടെ ഒരു സ്ഥാനം, ഇതിനെയൊക്കെ ഇത് ബാധിക്കാം. അതാണ് കോൺസ് ഓഫ് അലൈനിങ് വിത്ത് US. അപ്പോൾ ഒരു ബാലൻസ് വേണം. തീർച്ചയായും. അതുകൊണ്ട് ഒരു ചേരിയിലങ്ങ് കയറി നിൽക്കാതെ ഓരോ വിഷയത്തിനും അനുസരിച്ച് ഇഷ്യൂ ബേസ്ഡ് അലൈൻമെന്റ്, പലരുമായി സഹകരിക്കുക, ഒരു മൾട്ടി അലൈൻമെന്റ് രീതി, അതാണ് ഇന്ത്യക്ക് നല്ലതെന്നാണ് ഈ സോഴ്സുകളൊക്കെ പറയുന്നത്. ലക്ഷ്യം ഒരു ലീഡിംഗ് പവർ ആവുക എന്നത് തന്നെ. ഓക്കെ. അപ്പോൾ പുറത്തുള്ള ഈ ബാലൻസിംഗ് പോലെ തന്നെ രാജ്യത്തിനകത്തും ഈ അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ ഒരു ബാലൻസിംഗ് വേണമല്ലോ, അല്ലേ? അതാണ് നിങ്ങളുടെ മെറ്റീരിയലിലെ അടുത്ത പ്രധാന വിഷയം: കോടതികളും നിയമസഭകളും തമ്മിലുള്ള ബന്ധം. ഒരു കോടതി വിധി വന്നാൽ നിയമസഭയ്ക്ക് അത് മറികടക്കാൻ പറ്റുമോ? ഛത്തീസ്ഗഡിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ SPOസിന്റെ കേസ്, ആ നന്ദിനി സുന്ദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് കേസ്, അതൊരു നല്ല ഉദാഹരണമാണെന്ന് തോന്നുന്നു. അതെ. 2011 സുപ്രീം കോടതി പറഞ്ഞു, ഈ SPOകൾക്ക് ആവശ്യത്തിന് ട്രെയിനിങ് ഇല്ല, അവരെ ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് ആർട്ടിക്കിൾ 1421 ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞു, നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടെന്തായി? അവിടെയാണ് ഒരു രസമുള്ള കാര്യം. ഛത്തീസ്ഗഡ് നിയമസഭ കോടതി പറഞ്ഞതിനെ നേരിട്ട് തള്ളിക്കളഞ്ഞില്ല. പകരം അവരൊരു പുതിയ നിയമം കൊണ്ടുവന്നു, ഛത്തീസ്ഗഡ് ഓക്സിലറി ആംഡ് പോലീസ് ഫോഴ്സസ് ആക്ട് 2011. ഓഹോ. ഈ നിയമം വഴി
ഈ SPOകൾക്ക് നല്ല ട്രെയിനിംഗ് കൊടുക്കാനും അവരെ ഒരു സഹായ സേനയുടെ ഭാഗമാക്കാനും വ്യവസ്ഥയുണ്ടാക്കി. ചുരുക്കത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ച ആ പ്രശ്നം, അതായത് ട്രെയിനിങ്ങിന്റെ കുറവ്, ആ പ്രശ്നത്തെയാണ് നിയമസഭ പുതിയ നിയമം വഴി അഡ്രസ്സ് ചെയ്തത്. മനസ്സിലായി. അപ്പോ നിയമപരമായ ആ ഒരു ബേസിസ് തന്നെ അവർ മാറ്റി. അതെ, അതുകൊണ്ട് ഇത് കോടതി അലക്ഷ്യമല്ല എന്ന് പിന്നീട് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. കാരണം വിധിയുടെ അടിസ്ഥാനമായിരുന്ന നിയമപ്രശ്നം അവിടെ ഇല്ലാതായി. കൊള്ളാം. അപ്പോ ഇതാണല്ലേ നമ്മുടെ ഭരണഘടന പറയുന്ന അധികാര വിഭജനം, പിന്നെ ആ ചെക്സ് ആൻഡ് ബാലൻസസ്. ഇതൊക്കെ പ്രായോഗികമായിട്ട് കാണുന്നത് ഇവ രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? കൃത്യമായി. അധികാര വിഭജനം എന്ന് വെച്ചാൽ ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ അധികാരപരിധിയുണ്ട്. കോടതി, നിയമസഭ, എക്സിക്യൂട്ടീവ് അവർ അവരുടെ പണി ചെയ്യുന്നു. ശരി. കോടതി നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ എന്ന് നോക്കും, പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. നിയമസഭയാണെങ്കിൽ ജനഹിതമനുസരിച്ച് നിയമമുണ്ടാക്കും. ഇനി കോടതി ഒരു നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ നിയമസഭയ്ക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരാം. ഇതാണ് ചെക്സ് ആൻഡ് ബാലൻസസ്. കോടതിയുടെ തീരുമാനത്തെ മറികടക്കുക എന്നതിനേക്കാൾ കോടതി ചൂണ്ടിക്കാണിച്ച നിയമപരമായ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതൊരു തർക്കമല്ല, ഒരു തരം സംവാദമാണ് അല്ലേ? ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള. അതെ അതെ. പ്രധാനം ആ പുതിയ നിയമം ശരിക്കും പ്രശ്നം പരിഹരിക്കുന്നുണ്ടോന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് പ്രധാനമായി 2 കാര്യങ്ങൾ ഓർക്കാം. ഒന്ന്, പുറത്ത് ഇന്ത്യ ഒരു ബാലൻസിംഗ് ഗെയിം കളിക്കുകയാണ്. ഈ മൾട്ടി അലൈൻമെന്റ് ഒക്കെ ഉപയോഗിച്ച് സ്വന്തം സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നു. ശരിയാണ്. 2, രാജ്യത്തിനകത്ത് കോടതികളും നിയമസഭകളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. അധികാര വിഭജനമുണ്ട്, എന്നാൽ ഈ ചെക്സ് ആൻഡ് ബാലൻസസ് വഴി അവർ പരസ്പരം സ്വാധീനിക്കുന്നുമുണ്ട്. അതെ. ഇനി നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചിന്ത കൂടി തരാം. ഈ പുറത്തു നടക്കുന്ന ബാലൻസിംഗ്, അതായത് വിദേശ നയം, പിന്നെ അകത്ത് നടക്കുന്ന ഈ അധികാര ബാലൻസിംഗ്, നിയമനിർമ്മാണവും നീതിന്യായവും തമ്മിലുള്ളത്, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നുണ്ടാവുമോ? അതൊന്നും ആലോചിച്ചു നോക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ 2 പ്രധാന ആരോഗ്യ വിഷയങ്ങളിലേക്കാണ് കുറച്ച് ആഴത്തിലിറങ്ങുന്നത്. ഒന്ന്, തമിഴ്നാടിന്റെ കാര്യം. അവരുടെ ആ പൊതുജനയാരോഗ്യ മാതൃക അതിപ്പോ ഒരു പ്രതിസന്ധിയിലാണെന്ന് കേൾക്കുന്നു. ശരിയാണ്. പിന്നെ രണ്ടാമത്തത് ഭാരത്, അതായത് BHART എന്നൊരു പുതിയ പഠനം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ, IASCയുടെ നേതൃത്വത്തില്. ആ, അപ്പോ ഈ വിഷയങ്ങൾ നമ്മൾക്ക് കിട്ടിയ ചില ലേഖനങ്ങളും കുറിപ്പുകളും വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായും നമ്മൾ നോക്കുന്നത് തമിഴ്നാടിന്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്, പിന്നെ എന്തിനാണ് ഈ ഭാരത് പഠനം, ഇന്ത്യക്കാർക്ക് മാത്രമായി ഒരു ഡേറ്റാബേസ് ഒക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെയാണ്. ശരി. നമുക്കപ്പോൾ തമിഴ്നാടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? തുടങ്ങാം. അവരുടെ നേട്ടങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാതൃശിശു മരണനിരക്ക്, MMR, IMR ഒക്കെ, അതൊക്കെ നല്ലോണം കുറച്ചിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ മക്കളെ തേടി മരുത്വം, വീട്ടുപടിക്കൽ മരുന്നെത്തിക്കുന്നതൊക്കെ. അതെ, അതൊക്കെ വളരെ നല്ല പദ്ധതികളായിരുന്നു. ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി സ്കീമും. പക്ഷേ ഇപ്പോ അവിടെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട്. അതെന്താണ്? ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ല. അതാണ് പ്രധാന പ്രശ്നം. ഓഹോ. ഡോക്ടർമാർ, നഴ്സുമാർ, പിന്നെ ഗ്രാമങ്ങളിലെ പ്രധാന കണ്ണിയായ വില്ലേജ് ഹെൽത്ത് നഴ്സുമാർ, ഇവരുടെയൊക്കെ ഒരുപാട് ഒഴിവുകൾ, ആയിരക്കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ്. അയ്യോ. അപ്പോ ഈ നേടിയതൊക്കെ അതെ, അത് അപകടത്തിലാകുമോ എന്ന് പേടിയുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം. അപ്പോൾ ഇത് ഒരുതരം നമ്മൾ ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയില്ലേ, കെട്ടിടങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി, പക്ഷെ അത് പ്രവർത്തിപ്പിക്കാൻ ആളെ നിയമിച്ചില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണോ? അത് വളരെ ശരിയായ ഒരു താരതമ്യമാണ്. അടിസ്ഥാന സൗകര്യത്തിന് ഒരുപാട് പണം മുടക്കി, കെട്ടിടങ്ങളും മെഷീനുകളും അതിലൊക്കെ ശ്രദ്ധിച്ചു. ശരി. പക്ഷേ അത് നടത്താൻ വേണ്ട ആളുകളെ, ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ജീവനക്കാരെ, അവരെ ആവശ്യത്തിന് നിയമിക്കുന്നതിലോ ഉള്ളവരെ നിലനിർത്തുന്നതിലോ അത്ര ശ്രദ്ധ കൊടുത്തില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഫണ്ടില്ലാഞ്ഞിട്ടാണോ അതോ മുൻഗണന മാറിയതാണോ? അതൊരു പല ഘടകങ്ങൾ കാണും. ചിലപ്പോൾ ഫണ്ടിന്റെ വിനിയോഗത്തിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നിയമന നടപടികളിലെ കാലതാമസം. പക്ഷേ ഫലമൊന്നാണ്, ആളില്ലാത്ത അവസ്ഥ. ഇത് തമിഴ്നാടിന്റെ മാത്രം പ്രശ്നമാണോ? അല്ല, ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്.
ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മാനവ വിഭവശേഷിയിലും നിക്ഷേപം വേണം. അതെ. അല്ലെങ്കിൽ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDGs ഒക്കെ ആരോഗ്യരംഗത്ത് നേടാൻ വളരെ ബുദ്ധിമുട്ടാവും. അതൊരു വലിയ പാഠമാണ്. ശരിയാണ്. അപ്പൊ നല്ല സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്താൻ ആളും വേണം. തീർച്ചയായും. ഓക്കേ, ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാം. ഈ ഭാരത് പഠനം. അതായത് നമ്മൾ ഈ ചികിത്സിക്കുന്നതും രോഗം നിർണയിക്കുന്നതുമെല്ലാം ഏത് ഡേറ്റ വെച്ചാണ്? കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളിലെ പഠനങ്ങൾ വെച്ചല്ലേ? അതെ, അതാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാനാണോ ഈ ഭാരത് പഠനം? അതെ, പ്രധാനമായും അതാണ് ലക്ഷ്യം. കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ ശരീരപ്രകൃതി, ജീവിതശൈലി, ജീനുകൾ ഇതൊക്കെ പാശ്ചാത്യരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അപ്പോ അവരുടെ നോർമൽ വാല്യൂസ് വെച്ച് നമ്മളെ അളക്കുമ്പോൾ ചിലപ്പോ തെറ്റുകൾ പറ്റാം. രോഗം കണ്ടെത്താൻ വൈകാം, അല്ലെങ്കിൽ തെറ്റായ ചികിത്സ കിട്ടാം. ശരിയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് എന്താണ് സാധാരണം ആരോഗ്യസൂചകങ്ങൾ, അതായത് ഈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ, ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ നോർമൽ റേഞ്ച് കണ്ടെത്തണം. അതിനൊരു ഭാരത് ബേസ് ലൈൻ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഭാരത് ബേസ് ലൈൻ, അതായത് നമ്മുടെ സ്വന്തം അളവുകോൽ. അതെ, നമ്മുടെ സ്വന്തം റെഫറൻസ് പോയിന്റ്. പിന്നെ ഈ ബയോമാർക്കറുകൾ പഠിക്കുന്നതിലൂടെ ഒരാളുടെ പ്രായം കാലണ്ടറിൽ എത്രയാണ്, ശരീരത്തിന് യഥാർത്ഥത്തിൽ എത്ര പ്രായമുണ്ട്, അതായത് ക്രോണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കാനും ഇത് സഹായിക്കും. ഓ, അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ബയോളജിക്കൽ ഏജ്. പാശ്ചാത്യ ഡേറ്റയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണം. ഇത്രയും വലിയൊരു പഠനം, ഒരുപാട് ഡേറ്റ വരുമല്ലോ, അത് വിശകലനം ചെയ്യാൻ. അതിനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI മെഷീൻ ലേണിംഗുമൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡേറ്റാ പോയിന്റുകൾ വരും. അത് മനുഷ്യർക്ക് തനിയെ വിശകലനം ചെയ്യാൻ പറ്റില്ല. AI അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് പാറ്റേണുകൾ കണ്ടെത്താനും രോഗസാധ്യത പ്രവചിക്കാനുമൊക്കെ സാധിക്കും. അപ്പോൾ ഭാവിയിൽ ഓരോ വ്യക്തിക്കും കൂടുതൽ കൃത്യമായ ചികിത്സ കൊടുക്കാൻ പറ്റും അല്ലേ? ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെ. അതെ, അതാണ് ആത്യന്തികമായ ഒരു ലക്ഷ്യം. വ്യക്തിഗത ചികിത്സാരീതികൾ, രോഗനിർണയം മെച്ചപ്പെടുത്തുക, നമ്മുടെ ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക. കൊള്ളാം. അപ്പോ ഇന്നത്തെ ഈ ഒരു ഈ ചർച്ചയിൽ നിന്ന് 2 പ്രധാന കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, തമിഴ്നാടിന്റെ അനുഭവം. അതായത് അടിസ്ഥാന സൗകര്യം മാത്രം പോരാ, അത് പ്രവർത്തിപ്പിക്കാൻ മനുഷ്യരും വേണം. ശരിയാണ്. 2, ഭാരത് പഠനം. അത് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടേതായ ശാസ്ത്രീയ അടിത്തറ വേണം എന്നാണ്. അതെ, പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. എന്താണത്? ഈ ഭാരത് പഠനം പോലെയുള്ള ഗവേഷണങ്ങളിലൂടെ നമ്മൾ പുതിയ അറിവുകൾ നേടും, വ്യക്തിഗത ചികിത്സാ സാധ്യതകൾ വരും. പക്ഷേ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട പ്രശ്നം, അതായത് താഴെത്തട്ടിൽ ഈ സേവനങ്ങൾ എത്തിക്കാൻ ആവശ്യത്തിന് ആരോഗ്യപ്രവർത്തകരില്ലാത്ത അവസ്ഥ, അത് പരിഹരിക്കാതെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ സാധാരണക്കാരനെങ്ങനെ പ്രയോജനപ്പെടും? അതൊരു വളരെ ശരിയായ ചോദ്യമാണ്. ഗവേഷണവും പ്രയോഗവും തമ്മിലുള്ള വിടവ്. അതെ, ആ വിടവെങ്ങനെ നികത്തും? മികച്ച ഗവേഷണ ഫലങ്ങൾ എങ്ങനെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിലൂടെ എല്ലാവരിലേക്കും കാര്യക്ഷമമായി എത്തിക്കും? അതായിരിക്കണം ഒരുപക്ഷെ അടുത്ത വലിയ ചർച്ചാ വിഷയം. തീർച്ചയായും. മൈക്രോപ്ലാസ്റ്റിക്, നിശബ്ദ രോഗവ്യാപനം. അതെ, പ്ലാസ്റ്റിക് മാലിന്യം പരിസ്ഥിതിക്കൊരു വലിയ പ്രശ്നമാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശരിയാണ്. അതായത് ഈ ചെറിയ പ്ലാസ്റ്റിക് തരികളും പിന്നെ അതിലുള്ള കെമിക്കൽസും എങ്ങനെ നമ്മുടെ ശരീരത്തിലെത്തുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇന്ത്യയിലെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. തുടങ്ങാനായിട്ട് ലേഖനത്തിലെ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയാം. ഈ മൈക്രോപ്ലാസ്റ്റിക് ഇപ്പോൾ മനുഷ്യന്റെ രക്തത്തിൽ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, രക്തത്തിൽ മാത്രമല്ല, ശ്വാസകോശം, ഹൃദയം, പിന്നെ ഗർഭപാത്രത്തിലെ പ്ലസന്റ, മുലപ്പാൽ, എന്തിന് സ്പേമിൽ വരെ ഇതിന്റെ സാന്നിധ്യമുണ്ട്. അവിശ്വസനീയം. അപ്പോൾ എന്താണ് ഈ മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ? കൂടെ പറഞ്ഞ ആ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് അഥവാ EDCs. പറയാം. മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 5 മില്ലിമീറ്ററിൽ താഴെ വലിപ്പമുള്ള വളരെ ചെറിയ പ്ലാസ്റ്റിക് കഷണങ്ങളാണ്. ഓക്കെ. വലിയ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോൾ കോസ്മെറ്റിക്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ മനഃപൂർവ്വം ചേർത്തോ ഒക്കെ ഇതുണ്ടാവാം. ശരി.
EDCs ആണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റമില്ലേ, അതിന്റെ പ്രവർത്തനം താളം തെറ്റിക്കാൻ കഴിവുള്ള രാസവസ്തുക്കൾ. ഹോർമോൺ സിസ്റ്റത്തെ തന്നെയാണോ? അതെ. ലേഖനത്തിൽ പറയുന്ന ഉദാഹരണങ്ങൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെയുള്ള BPA, അതായത് ബിസ്ഫെനോൾ A, പിന്നെ പ്ലാസ്റ്റിക്കിനൊരു മയം കിട്ടാൻ ചേർക്കുന്ന താലറ്റ്സ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ പോലെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്യാം. അപ്പോ ഇതെങ്ങനെയാ നമ്മുടെ ശരീരത്തിലെത്തുന്നത്? പ്രധാനമായും 3 വഴികളിലൂടെയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു. ഇതിലൂടെയെല്ലാം നമ്മൾ അറിയാതെ ഇത് ഉള്ളിലെത്തും. ഓ, അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇതുള്ളിലെത്തുന്നത്. ലേഖനത്തിൽ ഇതിന്റെ വ്യാപ്തിയെപ്പറ്റി? തീർച്ചയായും. നേരത്തെ പറഞ്ഞല്ലോ, രക്തം, ശ്വാസകോശം, പ്ലാസെന്റ, സ്പേം, ഇവിടെയെല്ലാം ഇതിന്റെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുതെ പാശ്ചാത്യ രാജ്യങ്ങളിലെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ കാര്യവും ലേഖനം പറയുന്നുണ്ട്. ഒരു പഠനത്തിൽ ഇന്ത്യൻ പുരുഷന്മാരുടെ വൃഷണങ്ങളിലെ ടിഷ്യൂസിൽ നായ്ക്കളുടേതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയെന്ന്. എന്താണിത്, 3 ഇരട്ടിയോ? അതെ. ഇത് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ഇത് നേരിട്ട് ബാധിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. അത് പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പോ ആരോഗ്യപരമായി എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഈ ലേഖനം പറയുന്നത്? പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് പ്രത്യുൽപാദന ആരോഗ്യത്തെയാണ്. പുരുഷന്മാരില് ബീജത്തിന്റെ എണ്ണവും അതിന്റെ ചലനശേഷിയും കുറയുക. ഓക്കെ. സ്ത്രീകളിലാണെങ്കിൽ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയുക. പിന്നെ ഈ PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. PCOS കേട്ടിട്ടുണ്ട്. അതെ, ഹോർമോൺ പ്രശ്നം കാരണം ഓവറിയിലെ സിസ്റ്റുകൾ വരുന്ന അവസ്ഥ. അതുപോലെ മാസമുറയിലെ ക്രമക്കേടുകൾ, ഗർഭമലസൽ, ഇതിനൊക്കെ ഒരു കാരണമാവാമെന്ന് ലേഖനം പറയുന്നു. ഇത് മാത്രമല്ലല്ലോ, വേറെയും റിസ്കുകൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ചില പ്ലാസ്റ്റിക് അനുബന്ധ കെമിക്കൽസിന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് WHO കീഴിലുള്ള IARC, അതായത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ സാധ്യത വരെ? അതെ. പിന്നെ അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൃദ്രോഗങ്ങൾ, ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുമായിട്ടും ഇതിന് ബന്ധമുണ്ടാകാം എന്ന് സൂചനകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര സീരിയസ് ആയി എടുക്കേണ്ടത്? വ്യക്തിപരമായ ആരോഗ്യത്തിനപ്പുറം ഉണ്ട്. ഒന്ന്, ഇതിന്റെ ബയോ അക്യൂമുലേഷൻ, അതായത് ശരീരത്തിൽ ഇത് അടിഞ്ഞുകൂടും പുറത്തു പോകാതെ. ഓ. അപ്പൊ ചെറിയ അളവിലാണെങ്കിൽ പോലും കാലക്രമേണ അതൊരു വലിയ പ്രശ്നമായി മാറും. പിന്നെ ഗർഭിണികൾ, കുട്ടികൾ, ഇവരിലാണ് ഇതിന്റെ ആഘാതം കൂടുതലായി കാണുക. ഇന്ത്യയിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയായി സംസ്കരിക്കാൻ നമുക്ക് വേണ്ടത്ര സംവിധാനങ്ങളില്ല. ശരിയാണ്. അപ്പോ ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവരെയാണിത് കൂടുതൽ ബാധിക്കുന്നത്. ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം കൂടിയാണ്. ലേഖനത്തിലെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഈ EDCകൾ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം ഇന്ത്യക്ക് ഒരു വർഷം ഏകദേശം 25,000 കോടി രൂപയുടെ സാമ്പത്തിക ഭാരം വരുന്നുണ്ടത്രേ. 25,000 കോടി? ഭയങ്കരം. ഇതിനെ നേരിടാൻ നിയമങ്ങളോ സംവിധാനങ്ങളോ വല്ലതുണ്ടോ? നിയമങ്ങളൊക്കെയുണ്ട്. 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് നിയമം, പിന്നെ EPR, അതായത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, അതായത് ഉണ്ടാക്കുന്നവർക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നിയമമുണ്ടായിട്ടും പ്രശ്നം തുടരുന്നുവെന്നല്ലേ ലേഖനം പറയുന്നത്? എന്താണ് ഈ പോരായ്മകൾ? അതാണ് കാര്യം. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിലാണ്, റോഡരികിലും മറ്റും കാണുന്ന ആ കൂമ്പാരങ്ങളിൽ. ശരിയാണ്. പക്ഷേ ഈ മൈക്രോ പ്ലാസ്റ്റിക്കും EDCസും ഉണ്ടാക്കുന്ന ഒരു അദൃശ്യമായ ആരോഗ്യ പ്രശ്നം നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. നിയമങ്ങൾ നടപ്പാക്കുന്നതിലും വീഴ്ചകളുണ്ട്. ഓക്കേ. പിന്നെ ഇന്ത്യക്കാരുടെ ശരീരത്തിൽ ഇതൊക്കെ എത്ര അളവിലുണ്ട് എന്നറിയാൻ ഒരു ദേശീയ തലത്തിലുള്ള ബയോ മോണിറ്ററിംഗ് ഡാറ്റ നമുക്കില്ല. ഡാറ്റയുടെ കുറവ് ഒരു പ്രശ്നമാണ്. തീർച്ചയായും. പോരാത്തതിന് ജനങ്ങൾക്കിതിനെപ്പറ്റി വലിയ അറിവുമില്ല. അപ്പോ ഒരു ചോദ്യം വരും. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ നടപടികൾ ശരിക്കും ഫലപ്രദമാണോ? അതെ. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ലേഖനം എന്തൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും രാജ്യവ്യാപകമായി ബയോ മോണിറ്ററിംഗ് പഠനങ്ങൾ നടത്തണം. ജനങ്ങളെ ബോധവാന്മാരാക്കണം. പിന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, പ്രത്യേകിച്ച് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റംസ്, അതൊക്കെ മെച്ചപ്പെടുത്തണം.
മൈക്രോ പ്ലാസ്റ്റിക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. ശരി. പ്ലാസ്റ്റിക്കിന് പകരം വിഷമില്ലാത്ത, പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത ബദലുകൾ കണ്ടെത്തണം, പ്രോത്സാഹിപ്പിക്കണം. നിലവിലെ നിയമങ്ങൾ അത് കർശനമായി നടപ്പാക്കണം. ആവശ്യമെങ്കിൽ പുതിയ നിയന്ത്രണങ്ങളും വേണം. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒന്നാണെന്ന് തോന്നുന്നു. അതെ, ഒരു മൾട്ടി പ്രോങ്ഡ് അപ്രോച്ച് വേണം. അതായത് ഉൽപാദനം മുതൽ അതിന്റെ അവസാനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും കാണുന്ന ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ച്. പരിസ്ഥിതി, ആരോഗ്യം, കെമിക്കൽസ്, ഈ മന്ത്രാലയങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. വലിയൊരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, അതോടൊപ്പം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്, ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. നമ്മൾ കാണാത്ത ഈ പ്ലാസ്റ്റിക് മലിനീകരണം, അതായത് മൈക്രോപ്ലാസ്റ്റിക്കും EDCസും ശരിക്കും ഒരു വലിയ ആരോഗ്യ ഭീഷണിയാണ്. അത് നമ്മളെയൊക്കെ, നമ്മുടെ പ്രത്യുൽപാദനശേഷിയെ, നമ്മുടെ ദീർഘകാല ആരോഗ്യത്തെയൊക്കെ കാര്യമായി ബാധിച്ചേക്കാം. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാൻ തരാം. ലേഖനം പറയുന്നത് ഈ കുഞ്ഞൻ പ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങൾ ഉൾപ്പെടെ ശരീരത്തിന്റെ ഏറ്റവും ഉള്ളിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായുള്ള നമ്മുടെ സമ്പർക്കം ഇപ്പോഴത്തെ പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ തുടർന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ അടുത്ത തലമുറയെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.